മന്മഥൻ ചേട്ടൻ്റെ മകനല്ലേ? ആ, ഇത് ഓൾഡ് ഏജ് ഹോം എന്നാണ്. മന്മഥൻ ചേട്ടൻ്റെ ക്യാഷ് ഇവിടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ലല്ലോ. കൃത്യസമയത്ത് ക്യാഷ് ഇവിടെ എത്തിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ആ, പൈസ എത്തിച്ചില്ലെങ്കിൽ ചേട്ടൻ വീട്ടിൽ വന്നിരിക്കും. ആ ശരി ശരി, ഓക്കെ. കുളികായ്ക്ക് നല്ല മധുരമുള്ളത്. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഗുളിക കഴിക്കൂ. എന്താണ് വാശി കാണിക്കുന്നത്? മധുരം മധുരം പറ്റൂലാത്ത മനുഷ്യനാ. അതങ്ങനെ നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഇതൊന്നും വെറുതെ കിട്ടുന്നല്ല, കാശ് കൊടുത്ത് വാങ്ങുന്നതാ. നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ ഇട്ട് പോയല്ലോ. ഇനി എല്ലാരും കൂടി വരും കുറ്റം പറയാൻ, നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട്. അതെ മാഡം, രാഘവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടും വഴക്ക് കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ പറഞ്ഞ കേൾക്കാത്ത ആളല്ലല്ലോ. ഈ ഒരു സമയത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, മാനസിക പ്രശ്നം കുറച്ച് കൂടുതലാ. അതെ, ഇവിടെ ആഴ്ചക്ക് വരുന്ന ഡോക്ടറെ കാണിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണിക്കണോ? പിന്നെ സ്പെഷ്യലിസ്റ്റ് 10-40 ആൾക്കാരുണ്ട് ഇവിടെ. നിങ്ങളുടെ മക്കൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ സ്പെഷ്യലിസ്റ്റിനെ കാണണത്രേ. ഇത്രയൊക്കെ സൗകര്യം ഇവിടെ ഉള്ളൂ. ഇതൊക്കെ പറ്റിയെങ്കിൽ ജീവിച്ചാ മതി. ഉണ്ണി, അത് മരുന്നുണ്ടോ നോക്കൂ. അപ്പൊ ഈ ഗുളിക എന്നാക്കട്ടെ? അത് താൻ കഴിച്ചോ. അതെ, ഈ സുലോചന മരത്തിന് ഈ അടുത്തായിട്ട് കുറച്ച് കൂടുതലാണ്. രാഘവേട്ടാ, മരുന്ന് കുടിക്കണ്ടേ? മരുന്ന് കുടിക്കാണ്ട് എങ്ങനെ സൂക്കേട് മാറുക? അതെ, ഗുളിക കഴിക്കണം, ഗുളിക കഴിക്കണം. ഞങ്ങൾ തരട്ടെ? ഒരു സാധനം കഴിക്കൂല. ഗുളിക ഇല്ല, ഭക്ഷണം. മൊയ്തോ, ഞാനൊരു കാര്യമില്ല, ഒന്നാട് ഒഴിഞ്ഞാലോ? വേണ്ട വേണ്ട വേണ്ട, എന്തേ തങ്ങൾ പറയണത്? വയസ്സ് എമ്പാടോ ഇയാളെ മനുഷ്യൻ. ആ മനുഷ്യനൊന്ന് ഒഴിഞ്ഞാൽ ശരിയാവില്ലാന്ന്. ചേടോ, ഈ ആളെ ഒഴിയണ കാര്യമല്ല, ഞാനൊന്നും മന്ത്രിച്ചിട്ടേ ഒന്ന് മൊത്തത്തിലും ഒഴിഞ്ഞു കളഞ്ഞാലോ എന്ന് ആലോചിക്കാം. അല്ല സത്യായിട്ട് അതിനൊക്കെ പഴയ ഉസാറ് കിട്ടുമോ? പണ്ടൊക്കെ അത് ഏസിന്, ഇപ്പൊ ഒന്നും അത് ഏസില്ല. ഇതെന്ത് പറ്റിയതാ? അല്ല, പണ്ടൊക്കെ മൂപ്പര് ഊരിയാൽ അത് ഏസിന്, ഇപ്പൊ അങ്ങോട്ട് ഏസിനില്ല. അതല്ല, ഈ രാഘവേട്ടന് എന്താ പറ്റിയ? രാഘവേട്ടന് ഒരു ആക്സിഡന്റ് പറ്റിയതാ. ഒരു 5-8 വർഷമായി ഉണ്ടാവൂലേ? ആ, ആക്സിഡന്റ് പറ്റിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് മക്കളൊക്കെ എത്തിനാടെ. അപ്പോൾ സീരിയസ് എന്ന് പറഞ്ഞപ്പോൾ മക്കളൊക്കെ ഇട്ടേച്ചങ്ങ് പോയി. പിന്നെ ആടുന്നൊക്കെ സൂക്കേട് ഭേദമായപ്പം ആർക്കെയോ ചേർന്ന് ഇവിടെ കൊണ്ടാക്കി. അപ്പോൾ കുറേ വർഷമായിട്ട് പടിയാണ്. ഞങ്ങളുള്ളൂ, ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. മരുന്ന് തരട്ടെ? വേണ്ടേ? ഒരു പുതിയ ആളും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. ഒരു മണ്ടോതിരി വന്നിട്ടുണ്ട് ഇവിടെ, കണ്ടോ? തരട്ടെ മരുന്ന്? ഞാൻ മരുന്ന് തരാം. കഴിക്കൂല. ഇതേ സത്യേട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാണ് വേണ്ടി. അപ്പൊ ഓരിപ്പോ അത് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ അത് സൂക്കേട് മാറണ്ടേ? ഇവിടെ ഗവൺമെന്റിന്റെ ഗ്രാൻഡ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതുവരെ എവിടെ കൊണ്ടൊക്കെയാണത്? വരുമ്പോഴൊക്കെ നല്ല സ്വഭാവമാ. ഇപ്പൊ രാഘവട്ടം വന്നപ്പോഴും നമ്മൾ വന്നപ്പോഴൊക്കെ പറയുന്ന വർത്താനം കേട്ടാലേ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാർ വരും, നോക്കൂ, സിസ്റ്റർമാരുണ്ട് എന്നൊക്കെ കേൾക്കണം. ആരും ഇല്ല ഇവിടെ. ഇവിടെ ഒരു ഡോക്ടർ വരുന്നുണ്ട് 2 ആഴ്ച കൂടുമ്പോ. അയാൾ ശരിക്കുള്ള ഡോക്ടറാണോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്റെ പഴയ സ്വഭാവത്തിനനുസരിച്ചാണ് കണ്ടല്ലോ. ഈ വക പെരുമാറ്റത്തിന് ഉറപ്പായിട്ടും പോയി ചോദിക്കും. എന്തായി കാണിച്ചു ചോദിക്കണം. ചോദിക്കാൻ പറ്റില്ല. ഇപ്പൊ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ചോദിച്ചാ നമ്മുടെ കഞ്ചിന് നമ്മൾ തന്നെ മണ്ണ് വാരിയിടണ പോലെ ഉണ്ടാവും. ഇറങ്ങട പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തു കൊണ്ടേ എവിടെ പോയി കിടക്കും? ആ ഒരൊറ്റ കാര്യം ആലോചിച്ചിട്ട് ചോദിക്കാതിരിക്കുക. ഇവിടെ ആകുമ്പോഴേ 4 നേരം തിന്നാൻ കിട്ടും. അത് കിട്ടും. പിന്നെ വെയിലും മയം കൊള്ളാണ്ട് ഇതിനകത്ത് കിടക്കുകയും ചെയ്യാം. അതെ, സൂക്കേട് വരാണ്ടൊക്കെ രാഘവേട്ടൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. രാഘവേട്ടാ, ആ ഗുളിക അങ്ങോട്ട് തന്നാലോ? അവര് വായ അങ്ങോട്ട് പൊളിച്ചിട്ടേ അതിലിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഗുളിക തരും. എനിക്ക് നല്ലതായിട്ട് കഴിക്കല്ലേ. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. കൊണ്ടുപോയി നോക്കാം നമുക്ക്. പോണോ? വണ്ടി പോട്ടെ. ഇതാണ് മൂപ്പർക്ക് ഇഷ്ടം. ഇങ്ങനെ കറങ്ങണം, കുട്ടികളെ മാതിരി ഇങ്ങനെ കറങ്ങണം.
കൊണ്ടുവന്നതിനേശേ ആ രാഘവേട്ടൻ ഒരാളണക്കൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയത് രാഘവേട്ടാ മാങ്ങക്കാലായിക്കണ്. മാങ്ങ 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 പറിക്കട്ടെ. ആ ഒരു മാങ്ങ തള്ളിട്ട് കൊടുക്ക്. എന്റെ ഇത് തോന്നി. ആ എനിക്ക് തോന്നിയായി ഇവിടെ എന്റെ നട്ടാങ്ങിയാണ്. ഒറ്റ വെള്ളം കൊടുത്തായി. ഉറുമ്പുണ്ടായിന് ഉള്ളേ. ആ ഉറുമ്പുണ്ടാവും. പറിക്കേ തലയ്ക്ക് വീഴല്ലേ? ഒരടിയെ കൊടുത്താൽ അതല്ലേ അതല്ലേ. ഐ. ആ. ആയ്. ഇല്ല വിടില്ല. എവിടെ നല്ല നട്ടങ്ങ. അച്ഛന്റെ മോൻ സുഗതന അച്ഛാ. ഞാൻ ആരാ രാഘവേട്ടത്? രാഘവേട്ടാ എന്നോട് ക്ഷമിക്കാച്ച. എന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു അച്ഛാ. അച്ഛന്റെ പോലെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് അച്ഛാ. അപ്പൊ നിങ്ങള് രാഘവേട്ടന്റെ മോനാ? അപ്പൊ നിങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് മൂപ്പര് ആശുപത്രിയിൽ ഇട്ടേച്ച് പോയിക്കാൻ ഞാൻ മോൻ അല്ലേ? അത് അങ്ങനൊരു തെറ്റ് വെച്ചോ. കുറച്ച് കടപ്പ് കൂടിയ തെറ്റായി പോയി. അച്ഛന് ഞങ്ങള് 5 മക്കളാണേ. ഞാനൊരാണും ബാക്കി 4 പെണ്ണും. ശരി. അച്ഛൻ വയസ്സുകാലത്ത് സ്വത്ത് എല്ലാവർക്കും ഒരുപോലെ ഭാഗം വെച്ച് തന്നതാ. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന് ആക്സിഡന്റ് പറ്റില്ല. എല്ലാരും കൂടി ആസ്പത്രി കൊണ്ടായി. ബില്ല് ഒരുപാടായപ്പോ എന്റെ പെങ്ങന്മാരൊക്കെ അച്ഛനെ കൈയൊഴിഞ്ഞു. ഞാൻ അച്ഛനെ കൊണ്ടുവരാൻ നോക്കിയതാ. അപ്പൊ ഭാര്യ മക്കളും പറഞ്ഞു, പെൺമക്കൾക്ക് വേണ്ടാത്ത നിങ്ങളുടെ തന്തൻ എന്തിനാ നിങ്ങൾ കൊണ്ടിട്ടെന്ന് ചോദിച്ചു. ഭാര്യ പറ നിങ്ങളുടെ അച്ഛനല്ലേ അത് നിങ്ങൾക്ക് തോന്നണ്ടേ? അതങ്ങനെ പറ്റിപ്പോയി. പറ്റിപ്പോയി. മക്കളുടെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് അച്ഛനെ ഇട്ടിട്ട് ഞാൻ പോയി. ഇപ്പോഴെന്റെ അച്ഛന്റെ വില മനസ്സിലായി. മനുഷ്യൻ കിടക്കണം കിടത്തം കണ്ടെങ്കിൽ ഇപ്പൊ കറിഞ്ഞിട്ട് എന്താ കാര്യം? ഒന്ന് എണീച്ച് നടക്കാൻ പറ്റൂല. അച്ഛാ ക്ഷമിച്ചു എന്ന് പറ അച്ഛാ. അച്ഛൻ മുണ്ടാട്ടം മുട്ടിയിടുന്ന കാലം കുറച്ചായി. ഇതാ ഈ കയ്യും കാലം എനക്കൊക്കെ നിന്നിട്ട്. അച്ഛാ സത്യട്ടാ രാഘവേട്ടന്റെ കൈയൊക്കെ നിവരുണ്ടല്ലോ. മോനെന്താ സന്തോഷമായിരിക്കും. നന്നായിട്ട് ഇളകെ. കയ്യൊക്കെ അനങ്ങി തുടങ്ങി. മറിമായം